പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോയിൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോയിൽ മൈക്രോബയോളജി നമുക്കറിയാം, മൈക്രോബ്സ് സോയിൽ നടത്തുന്ന ഇൻഫ്ലുവൻസ് കൊണ്ട് എന്താണ് പ്ലാന്റിന് പ്രയോജനം ഉണ്ടാവുന്നത്. അതാണ് ബോട്ടണി പഠിക്കുന്ന കുട്ടികൾക്ക് മൈക്രോബയോളജി പഠിക്കുന്നതിന്റെ പ്രസക്തി. അപ്പൊ പലപ്പോഴും നമ്മുടെ സോയിൽ ഇത്രയും റിച്ച് ആവാൻ കാരണം നമുക്കറിയാം, the soil which is contained different type of microorganism, or we can say that soil is the diversity of microbes, or different microorganisms are inhabiting in the soil. അങ്ങനെയുള്ള സോയില് സ്വാഭാവികമായിട്ടും ഒരുപാട് മൈക്രോബ്സ് ഉണ്ടാവും. ഈ മൈക്രോബുകൾ പ്ലാന്റും തമ്മിൽ ഇന്ററാക്ഷൻ നടത്തുന്നുണ്ട്. ദാറ്റ് ഇന്ററാക്ഷൻ ഇസ് കോൾഡ് പ്ലാന്റ് മൈക്രോബ് ഇന്ററാക്ഷൻ. അതിൽ ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ഒരു ഇന്ററാക്ഷൻ ആണ് റൈസോസ്ഫിയർ. റൈസോ മീൻസ് റൂട്ട് എന്നാ പറയാം. റൈസോ മീൻസ് റൂട്ട്. സ്ഫിയർ എന്ന് പറയുന്നത് റൂട്ടിന്റെ ചുറ്റിലുമുള്ള ഒരു ഏരിയ ആണ്. ദാറ്റ് ഏരിയ വിച്ച് കണ്ടെയ്ൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം. സോ റൈസോസ്ഫിയർ ഈസ് an association of root by the different type of microorganism. That is what is called rhizosphere. നമ്മൾ ഇതാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ആ ടോപ്പിക് പറയുന്നതിന് മുമ്പേ നമുക്ക് വളരെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്താണ് പലതരത്തിലുള്ള മൈക്രോബുകളും പ്ലാന്റിൽ ഇന്ററാക്ട് ചെയ്യപ്പെടാൻ കാരണം. What are the different type of microbial interaction that we have to discuss first? See, എന്താണ് പ്ലാന്റ് മൈക്രോബ് ഇന്ററാക്ഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. Plants are non-motile, but they constantly encounter both the biotic and abiotic stress. ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കൂ എല്ലാവരും. പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചലിക്കാത്ത ഒരു ഓർഗാനിസം ആണ്. They constantly encounter both biotic and abiotic stress. പലതരത്തിലുള്ള ജീവിയെയും അജീവിയ പരമായിട്ടുള്ള പല സ്ട്രെസ്സിനെയും ഈ പ്ലാന്റ് അതിജീവിക്കുന്നുണ്ട്. There is a constant war between the pathogenic microbes and the host plant. നിരന്തരമായിട്ട് ഈ പ്ലാന്റും മൈക്രോബും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. The outcome of which determine the resistance or disease. പലപ്പോഴും അങ്ങനെയുള്ള യുദ്ധത്തിന്റെ അവസാനം പ്ലാന്റിന് ലഭിക്കുന്നത് ഒന്നുകിൽ റെസിസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസീസ് ആയിരിക്കും. പ്ലാന്റ് സെക്രീറ്റ് വേരിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എങ്ങനെയാണ് ഈ പറയുന്ന പ്ലാന്റിലോട്ട് ഇങ്ങനെയുള്ള മൈക്രോബ്സ് വരുന്നത്? കാരണം പ്ലാന്റ്സ് എപ്പോഴും പലതരത്തിലുള്ള ന്യൂട്രിയൻസിനെയും റിലീസ് ചെയ്തു കൊടുക്കും, റിസൾട്ടിങ് ഇൻ ന്യൂട്രീഷണലി എൻറിച്ച്ഡ് എൻവിറോൺമെന്റ് ഫേവറബിൾ ഫോർ മൈക്രോബിയൽ ഗ്രോത്ത്. അങ്ങനെ ഈ പറയുന്ന മൈക്രോബ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലാന്റ് പലതരത്തിലുള്ള ന്യൂട്രിയൻസിനെ റിലീസ് ചെയ്ത് കൊടുത്താൽ പ്ലാന്റിന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ ഓർഗാനിസത്തിന് ലഭിക്കുന്നത് വളരെ നല്ല ഫേവറബിൾ റിച്ച് എൻവിറോൺമെന്റ് ആണ്, ന്യൂട്രിയൻസിന്റെ എൻവിറോൺമെന്റ് ആണ്. ആസ് എ റിസൾട്ട് പ്ലാന്റ്സ് ആർ ഹെവിലി കോളനൈസ്ഡ്. അതിന്റെ കാരണമായിട്ട് ഒരുപാട് പ്ലാന്റുകൾ എന്ത് ചെയ്യും? ഈ റൂട്ടിന്റെ മുകളിൽ കോളനൈസ് ചെയ്യും. വിത്ത് ഡൈവേഴ്സിറ്റി ഓഫ് മൈക്രോബ്സ് ഹൂസ് റിസർവോയർ ഈസ് പ്രൈമറി ദ സോയിൽ. അപ്പൊ ഈ മൈക്രോബ് ഞാൻ ഏതൊക്കെ പറയാം, പലതരത്തിലുള്ള ന്യൂട്രിയൻസും പലതരത്തിലുള്ള കെമിക്കൽസും പ്ലാന്റ് റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഡിഫറെന്റ് മൈക്രോ ഓർഗാനിസംസ് ആർ ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് റൂട്ട്. മൈക്രോബ്സ് ദാറ്റ് കോളനൈസ് പ്ലാന്റ്സ് ആർ കോൾഡ് ഐദർ എപ്പിഫൈറ്റ്. ചില മൈക്രോബ് റൂട്ടില് പ്ലാന്റിലൊക്കെ കോളനി ഉണ്ടാക്കും, അതിന് നമ്മൾ പറയുന്നത് എപ്പിഫൈറ്റ്സ് ആണ്, കോളനൈസ് പ്ലാന്റ് സർഫസ്. ഓർ എൻഡോഫൈറ്റ്, ദാറ്റ് ഈസ് കോളനൈസ് പ്ലാന്റ് ഇന്റീരിയർ. ചില സമയത്ത് പ്ലാന്റിന്റെ ഉള്ളിലായിരിക്കും, ചില സമയത്ത് പ്ലാന്റിന്റെ പുറത്തായിരിക്കും. മൈക്രോബിയൽ കമ്മ്യൂണിറ്റീസ് ഇൻഫ്ലുവൻസ് പ്ലാന്റ് ഇൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് വേ. പല രീതിയിലും മൈക്രോബുകൾ പ്ലാന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഐദർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വേസ്. Plants and microbes can have variety of interactions including pathogenic, symbiotic and associative. അങ്ങനെ ചുരുക്കത്തിൽ നമുക്ക് പറയാം, പല തരത്തിലുള്ള അസോസിയേഷൻ പ്ലാന്റും ഈ പറയുന്ന മൈക്രോബും തമ്മിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇന്ററാക്ഷൻ ആണ് ഏതൊക്കെ? പാത്തോജനിക് ഇന്ററാക്ഷൻ, symbiotic interaction and associative interactions. So these are some of the important interactions which are made by the plants in association with microbes. എന്താണ് പാത്തോജനിക് റിലേഷൻഷിപ്പ്? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റൈസോസ്ഫിയർ ആണെങ്കിൽ പോലും വി ഹാവ് ടു ഡിസ്കസ്. നമ്മൾ മൈക്രോബ്സ് പറയുന്നത് കൊണ്ട് തന്നെ സോയിലിൽ മൈക്രോബ് എന്തൊക്കെ ഇന്ററാക്ഷൻസ് ഉണ്ടാക്കുന്നു.
So what is pathogenic relationship? എന്താണ് pathogenic relationship? The contact between plant and pathogenic microorganism lead to a particular chain of event in plant organism. The contact between plant and pathogenic microorganism. അപ്പോഴും പ്ലാന്റും മൈക്രോ ഓർഗാനിസം തമ്മിലുള്ള ഒരു കോണ്ടാക്ട് എന്തുണ്ടാകും? ദാറ്റ് മേ ലീഡ് ടു എ പർട്ടിക്കുലർ ചെയിൻ ഓഫ് ഈവന്റ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഈവന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ് ഇങ്ങനെ ഒരു ഇന്ററാക്ഷന് വിധേയമാവുന്നത്. The extracellular space between cell wall and plasma membrane act as a first battlefield between plants and pathogen. The extracellular space, അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള അഡീഷണൽ സെല്ലിന്റെ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള യുദ്ധത്തിന് ആദ്യമായിട്ട് കളമൊരുക്കുന്നത്. ബാക്ടീരിയ, ഫംഗൈ, വൈറസ് ആൻഡ് oocytes that colonize the living plant tissues are encased in this narrow region in the initial step of infection. അപ്പൊ ഈ പ്രദേശത്തൊക്കെ ഈ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലൊക്കെ ആരൊക്കെ വരും? ഈ പറയുന്ന സകല ആളുകളും വരും. ആരൊക്കെ? ബാക്ടീരിയ വരും, ഫംഗൈ വരും, വൈറസ് വരും. ഇതെല്ലാ ആൾക്കാരും ഈ പ്ലാന്റുമായിട്ടൊരു സ്നേഹം കൂടാൻ വേണ്ടിയിട്ട് അടുത്ത് വന്നിരിക്കും. Therefore, the apoplastic region is believed to be an interface which is mediate in the first cross talk between host and pathogen. അപ്പൊ നമുക്കറിയാം വാട്ട് ഈസ് അപ്പോപ്ലാസ്റ്റ്. നമ്മൾ 3 തരത്തിലുള്ള ട്രാൻസ്പോർട്ട് പഠിച്ച ആൾക്കാരാണ്. ഒന്ന് സിംപ്ലാസ്റ്റ്, ഒന്ന് അപ്പോപ്ലാസ്റ്റ്, ഒന്ന് ട്രാൻസ്മെംബ്രെയിൻ ട്രാൻസ്പോർട്ട്. അപ്പോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ദ ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ സെൽ വാൾ എന്നാണ്. സെൽ വാളിലൂടെ ട്രാൻസ്പോർട്ട് നടക്കും. സിംപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ പ്ലാസ്മോഡെസ്മാറ്റ എന്നാണ്. ട്രാൻസ്മെംബ്രെയിൻ പാത്വേ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ മൈക്രോബുകളൊക്കെ ആദ്യമായിട്ട് അപ്പോപ്ലാസ്റ്റിക് വഴി നേരെ സെല്ലിന്റെ ഉള്ളിലുള്ള ആളുകളുമായിട്ട് ഒന്ന് സംവദിക്കാൻ ശ്രമിക്കും. The secreted proteins and other metabolites derived from both host and pathogen interact in this apoplastic region. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ പാത്തോജനും അതേപോലെ തന്നെ ഉള്ളിലുള്ള സെക്രീറ്ററി പ്രോട്ടീനും മെറ്റബോളൈറ്റും തമ്മിൽ ചെറിയൊരു ഇന്ററാക്ഷൻ നടത്തും. In this apoplastic region and govern the final relationship between them. അങ്ങനെ നമ്മളിപ്പോ ഒരു വീട്ടിൽ വന്ന ഒരാൾക്ക് ചായ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം ഉണ്ടാവുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ വന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത് പോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് എല്ലാം കൂടി അപ്പോപ്ലാസ്റ്റിക് വഴി എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലോട്ട് എത്തുമ്പോഴേക്കും ഉള്ളിൽ നിന്ന് കുറച്ച് പ്രോട്ടീനും കുറച്ച് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഒക്കെ പ്ലാന്റ് കൊടുക്കുന്നതോടുകൂടി ഈ പാത്തോജൻ അങ്ങ് തീരുമാനിക്കുകയാണ് ഇനി ഞങ്ങൾ ഇവിടെ തന്നെയാണ് നിൽക്കുക എന്നുള്ളത്. So this is a beginning of a great relationship. The type of pathogen based on the effect. അങ്ങനെ ഓരോ പാത്തോജനും ഉള്ളിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിന്റെ പേരിൽ നമുക്ക് പലതരത്തിലുള്ള ടെർമിനോളജി ഉണ്ടാക്കാം. ഫസ്റ്റ് വൺ, നെക്രോട്രോഫി. പ്ലാന്റ് സെൽസ് ആർ കിൽഡ്. അങ്ങനെ ചായം കുടിച്ച് വീട്ടിലുള്ള ആൾക്കാരെ കൊല്ലുക എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന പ്രോട്ടീനും സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഒക്കെ കിട്ടിയതിനു ശേഷം കൂളായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ആള് വളരെ പെട്ടെന്ന് തന്നെ സെല്ലിനങ്ങ് കൊന്നുകളയും. That process is called necrotrophy. Then another one is called biotrophy. ചോദിക്കാം നിങ്ങളോട് 1 മാർക്കിന്. Plant cell remain alive. അതായത് ചായക്കെല്ലാം കുടിച്ച് അവിടെ മെല്ലെ മൂപ്പരങ്ങിരിക്കും, ഒരു അപകടം ഉണ്ടാക്കൂല, പക്ഷെ ഈ പറയുന്ന ബാക്കി പണികളൊക്കെ എടുക്കുകയും ചെയ്യും. അങ്ങനെ പ്ലാന്റിനെ ജീവനോടെ നിർത്തിയിട്ട് മൈക്രോ ഓർഗാനിസംസ് സകല പണിയും ഒപ്പിക്കുന്ന പരിപാടിയുടെ പേരാണ് ബയോട്രോഫി. The next one is called hemibiotrophy. Another important one is called hemibiotrophy. Plant cell initially alive, later kill. ആദ്യം നന്നായിട്ട് സുഖിപ്പിച്ചിങ്ങനെ ഇരുത്തും, then slowly ഒരു mercy killing നടത്തും. That process is called hemibiotrophy. So today we are discussing 3 important terminology. The first one is called necrotrophy, second one is called biotrophy, and third one is called hemibiotrophy. So these interactions are depends upon the chemistry of the plant. വെറുതെ ഒരു പ്ലാന്റിലേക്ക് ഒരാൾ വരൂല, എന്തെങ്കിലും ഈ പ്ലാന്റിന് കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്ലാന്റ് ഇതിലോട്ട് വന്നത്. So we can say that microbe or pathogen that has been started an important relationship with the root based on a particular invitation. That invitation is given by certain metabolites or certain proteins. Based on this particular the consumption of these particular nutrients or protein, the microorganism will start a relationship with
the root or plant. Thereby, the microorganism will slowly attack the microorganism and finally kill the entire organism. That is what is called a pathogenic relationship. Now, next one is called symbiotic relationship. എന്താണ് symbiotic relationship? Symbiosis refers to the relationship between organisms of different species that show an intimate association with each other. Symbiosis refers to the relationship between organisms of different species that show an intimate association with each other. അല്ലെ, രണ്ട് ഓർഗാനിസവും ഗെറ്റിംഗ് ബെനിഫിറ്റഡ് എന്നാണ് പണ്ട് നമ്മൾ പറഞ്ഞത്. ബോത്ത് ഓഫ് ദ ഓർഗാനിസം ഗെറ്റിംഗ് ബെനിഫിറ്റഡ്, ദാറ്റ് പർട്ടിക്കുലർ പ്രോസസ് ഇസ് കോൾഡ് symbiotic relationship. Symbiotic relationship provide at least one of the participating species with a nutritional advantage. അല്ലെ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്പീഷീസിന് ഒരു പ്രത്യേക തരത്തിലുള്ള അഡ്വാൻറ്റേജ് കിട്ടും. There are 3 types of symbiosis have been recognized depending on the nature of relationship. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് 3 പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ ഉണ്ടാവുന്നു. ഒന്ന് മ്യൂച്വലിസം ആണ്, മറ്റൊന്ന് കമ്മൻസാലിസം ആണ്, മറ്റൊന്ന് പാരസൈറ്റിസം ആണ്. As we know, all of these process has already been studied by different process. നമ്മൾ പല തരത്തിലും ഇത് പഠിച്ചെടുത്ത ആൾക്കാരാണ്. So anyway, we can say that there are 3 important relationships. First one is called mutualism, second one is called commensalism, and third one is called parasitism. What is mutualism? Mutualism is a biological interaction between 2 species wherein both species getting benefit. അല്ലെ, മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർക്കും ഉപകാരം കിട്ടും. അല്ലെ, നമ്മളൊരു നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്കൊരു റെക്കോർഡ് ഷീറ്റ് കിട്ടുന്നതിനെ മ്യൂച്വലിസം എന്ന് പറയും. അല്ലെ, നമ്മൾ അങ്ങോട്ട് നോട്ട് കൊടുക്കും, ഇങ്ങോട്ട് റെക്കോർഡ് ഷീറ്റ് വരച്ചു തരും. This term was discovered by Piers van Benden. പലപ്പോഴും പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവിൽ ചോദിക്കുന്നതാണ്, റിമെമ്പർ. They exchange food or provide shelter or protection but may still be able to live independent life. They exchange food. അല്ലെ, പരസ്പരം ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൈമാറുന്നുണ്ടെങ്കിൽ പോലും still be able to live independent. സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴി അതിനുണ്ട്. അല്ലെ, പറയാറില്ലേ, സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കഞ്ഞി മാത്രം വാങ്ങിക്കുടിക്കും. വീടുണ്ട് പക്ഷെ ഭക്ഷണമല്ല. മറ്റവർക്ക് ഭക്ഷണമുണ്ട് പക്ഷെ വീടില്ല. അങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ട് സഹായങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ഇന്ററാക്ഷനെ നമ്മൾ പോപ്പുലർ ആയിട്ട് പറയുന്ന പേരാണ് കേട്ടോ മ്യൂച്വലിസം. മ്യൂച്വലിസത്തിന്റെ വളരെ പോപ്പുലർ ആയിരിക്കുന്ന എക്സാം ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. റൈസോസ്ഫിയർ കഴിഞ്ഞിട്ട് നമ്മൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ പറയും. In that part we will discuss in late detail. There are many different examples of mutualistic relationship. Plants and microbe, example rhizobium in root nodules. Protist and fungi, example lichen. Then terrestrial plants and insect, example pollination. ഇങ്ങനെ പലതരത്തിലുള്ള ഇന്ററാക്ഷൻ നമ്മൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. അങ്ങനെയുള്ള ഇന്ററാക്ഷന്റെ ബേസിൽ പ്ലാന്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പേരാണ് കേട്ടോ മ്യൂച്വലിസം. The next one is called commensalism. ഇതോടും പറഞ്ഞ് നമുക്ക് നിർത്താം ഇന്ന്. Commensalism is the relationship between 2 different species in which one species benefit from the relationship and the other is neither harmed or helped. ഒരു ഓർഗാനിസത്തിന് എല്ലാവിധ സഹായം കിട്ടും, പക്ഷെ മറ്റേ ആൾക്ക് ഉപകാരവുമില്ല ഉപദ്രവവുമില്ല. Is neither harmed or helped. Very few of such a relationship exist. വളരെ കുറച്ച് സ്നേഹം മാത്രമേ അല്ലെങ്കിൽ ബന്ധങ്ങൾ മാത്രമേ അങ്ങനെ നിൽക്കാറുള്ളൂ. As it is very unlikely the 2 organisms can live together without them affecting each other. As it is very unlikely, വളരെ ഒക്കേഷണൽ ആയിട്ട് അങ്ങനെ കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഇങ്ങോട്ടൊരു സഹായം ചെയ്താൽ അങ്ങോട്ടൊരു സഹായം ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ പ്ലാന്റിന്റെ ഇടയിലും അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. Most examples of commensalism relationship are feeding or protection. മിക്കവാറും കമ്മൻസാലിസത്തിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് either പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഫീലിംഗ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് 3 റിലേഷൻഷിപ്പിലെ 2 റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു. ഒന്ന് മ്യൂച്വലിസം, മറ്റൊന്ന് കമ്മൻസാലിസം. ഇനി വേറൊന്നുള്ളത് പാരസൈറ്റിസം ആണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.